ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. കാവില് വെച്ച് വന്ദനയ്ക്കെന്തോ തലചുറ്റല് വന്നു. ഓ, അബോധാവസ്ഥയിൽ കിടന്ന വന്ദനയുടെ കഴുത്തിൽ അവള് പോലും അറിയാതെ ജഗൻ താലി കെട്ടി. നമുക്ക് പൂജ നടക്കുന്നിടത്തേക്ക് പോവാം. സാഗറിന്റെ പൊട്ട കളിക്കാണോ? പക്കയില് വരുന്ന കാര്യം സാഗർ മറന്നോ? അയ്യോ സോറി, ഓരോരോ തിരക്കൾക്കിടയിൽ ഞാനതങ്ങ് മറന്നുപോയി. എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. ദിയമോള് എന്റെ ഏട്ടന്റെ മോളല്ലേ. സോറി, ഞാൻ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോ ഇതിന് വിട്ടുപോയി. ക്ഷമിച്ചേക്ക്. രാഗി, നിനക്ക് ഈയിടെയായിട്ട് ചത്തുപോയ രാജീവ് മേനോനോട് അല്പ സ്നേഹ കൂടുതലാ. ഇനി അവന്റെ മോളെ എടുത്ത് ലാളിക്കാനാണ് നിന്റെ പരിപാടിയെങ്കിൽ അത് ദോഷത്തിനാണെന്ന് നീ ഓർക്കണം. 18 വയസ്സ് വരെയാ ഈ സാഗർ അവൾക്ക് ആയുസ് വിധിച്ചിരിക്കുന്നത്. മേജറായി സ്വത്തുക്കളുടെ അവകാശം പൂർണ്ണമായി അവളിലെത്തുമ്പോ വീണ്ടും ഒരു ആക്സിഡന്റ്. സാഗർ എന്താ ഈ ചിന്തിച്ചു കൂട്ടുന്നത്? ഞാനത് ഒരിക്കലും മറക്കാൻ പാടില്ലായിരുന്നു. സോറി. പ്രത്യേകിച്ച് ദീമോളുടെ കാര്യത്തില്. വക്കീലെത്തി. എന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ജഡ്ജി ഒപ്പിട്ട ഓർഡർ ആയത് വായിച്ചു നോക്ക്. രാഖിയുടെ മരണപ്പെട്ട സഹോദരൻ രാജീവ് മേനോന്റെ മകൾ ദിയയെ സംരക്ഷിച്ച് വളർത്താനുള്ള അനുവാദം രാഖിക്ക് നൽകിക്കൊണ്ടുള്ള ഉത്തരവാണിത്. ഇനി എപ്പോഴാണെന്ന് വെച്ചാ ഈ ഓർഡറുമായി ചെന്ന് കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരാം. രാഗി, വക്കീല് കൊടുത്ത കാശിന് പണിയെടുത്തു. ഇനി എന്താണെന്ന് വെച്ചാ തീരുമാനിച്ചറിയിച്ചാ മതി. വക്കീല് നടത്തിക്കോളും. എന്താ വക്കീലെ, എത്തില്ലേ? എത്തും. സമയവും തീയതി അറിയിച്ചാ മതി. എന്റെ അറിവ് വെച്ച് ഇന്ന് അവിടെ എന്തോ പൂജ നടക്കുക. കുടുംബ ഐശ്വര്യ പൂജയോ മറ്റോ എന്തോ ആണ്. ആ പൂജാരി എന്റെ ഒരു ക്ലയന്റാ. ഒരു തിരുവാഭരണം നഷ്ടപ്പെട്ട കേസാ. എന്നാ നമുക്ക് പോവാം. എവിടേക്ക്? ദിയമോളെ കൂട്ടിക്കൊണ്ടുവരാൻ. രാഗി, ഇപ്പൊ അവിടെ പൂജ നടക്കല്ലേ? പൂജയോ? അതിനെന്താ, സാഗർ വരണമെന്നില്ല. അല്ല, ഞാനിവിടെ വരാം. വേണ്ട, അവിടെ അംഗബലം കൂടുതലാ. സാഗറുമായി തർക്കം വന്നാൽ അത് മറ്റൊരു വിഷയത്തിന് വഴിയൊരുക്കും. അതുകൊണ്ട് സാഗർ വരണ്ട. രാഗി, നീ ഒറ്റയ്ക്ക്? അതെന്തായാലും ശരിയാവില്ല. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, നിയമം കൂടെ ഇല്ലേ? വാ വക്കീലേ, പോയിട്ട് വരാം.
കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കുക. നാശം പിടിച്ചവള്. തന്നെയൊക്കെ ഞാൻ ആക്സിഡന്റിൽ കൊന്നൊടുക്കിയപ്പോ കൂടെ കൊണ്ടുപോയിക്കൂടായിരുന്നോ ആ നാശം പിടിച്ചവളെ? ജഗനും വന്ദനയുമായിട്ടുള്ള കല്യാണത്തെക്കുറിച്ച് നമ്മൾ അവിടെ വെച്ച് സംസാരിച്ചപ്പോ വന്ദനയുടെ മുഖത്ത് ഒരു ദുഃഖം താളം കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. എന്താ ചന്ദ്രിക അതിന്റെയൊക്കെ അർത്ഥം? കുടുംബ പൂജ നടക്കുന്ന സമയത്ത് ഊർമിള എന്നെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ടുവന്ന് ഈ കാര്യം ചോദിക്കണമെങ്കിൽ എന്റെ വന്ദനമോളുടെ മനസ്സ് ഊർമിളയ്ക്ക് വായിക്കാൻ കഴിഞ്ഞു എന്നല്ലേ അതിനർത്ഥം. ഇതൊരു സാധാരണ കല്യാണമായിരുന്നില്ല. എന്റെ മോൾ അത് ആഗ്രഹിച്ചതുമല്ല. മനസ്സിലായില്ല. അവള് പോലും അറിയാതെ ജഗൻ വന്ദനയുടെ കഴുത്തിൽ താലി കെട്ടുകയായിരുന്നു. അതെങ്ങനെ? താലി പൂജയുടെ ദിവസം കാവില് വെച്ച് വന്ദനയ്ക്കെന്തോ തലചുറ്റല് വന്നു. ഓ, അബോധാവസ്ഥയിൽ കിടന്ന വന്ദനയുടെ കഴുത്തിൽ അവള് പോലും അറിയാതെ ജഗൻ താലി കെട്ടി. തന്റെ കഴുത്തിൽ ആരാണ് താലി കെട്ടിയത് എന്ന് പോലും അറിയാതെ പാവ എന്റെ മോള് ഒത്തിരി വേദനിച്ചു.